ബി.ജെ.പിയിലെ കുലസ്ത്രീയുടെ കമ്മീഷൻ കച്ചവടത്തിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ഇടപാടുകളിലൂടെ 31 ലക്ഷം രൂപ കമ്മീഷൻ ഇനത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് ഇടപാട് നടത്തിയ ഒരു കമ്പനി പ്രതിനിധിയുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിരിക്കുന്ന ഓഡിയോ കേട്ടാൽ ഞെട്ടിപ്പോകും. കാര്യം പുട്ടിയിട്ട് നടക്കുന്ന കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടപടലം അടിച്ചുകൊണ്ട് പോകുന്ന കള്ളിമാരാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ പാവപ്പെട്ടവന്റെ ഓഡിയോ എന്ന് പറയേണ്ടി വരികയാണ്. പേയ്മെന്റ് ഫുള്ള് വാങ്ങി തരുമ്പം കൊടുക്കാന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിന്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പൊ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 465 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞനുസരിച്ച് പേയ്മെന്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് വർഷം കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപാടെ കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലും ഇപ്പോൾ കിട്ടാതെ ഇപ്പം ആപാടെ കൈനഷ്ടം വന്നുകൊണ്ട് നിൽക്കുക. എത്രയും പെട്ടെന്ന് ആ പൈസ ഫണ്ടൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരണേ. കേട്ടല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് യഥേഷ്ടം ഒഴുകിയപ്പോൾ വീടുകളിൽ എത്തിക്കാൻ പല പല കമ്പനികളിൽ നിന്ന് സഹായം തേടി ഇല്ലാത്ത തരത്തിലുള്ള സാമഗ്രികൾ അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള കൊട്ടേഷൻ കൊടുത്തു. 31 ലക്ഷം രൂപ ഒരാൾക്ക് കമ്മീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ശതമാനമായിരിക്കണം ആ കമ്മീഷൻ എന്ന് ആലോചിച്ച് നോക്കിയേ. 1 കോടിക്ക് 3% ആണെങ്കിൽ പോലും 3 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. 10 കോടിക്ക് 30 ലക്ഷം വരണം. ആ നിലയ്ക്കാണെങ്കിൽ 31 ആകുമ്പോൾ 11 കോടി രൂപയുടെ ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്. അതിനേക്കാൾ കൂടിയ കമ്മീഷൻ തുകയാണോ എന്നറിയില്ല. എന്തായാലും കേരളത്തിലെ ബി.ജെ.പിക്കാരായിട്ടുള്ള സാധാരണ പ്രവർത്തകർ ആലോചിക്കുക. നിങ്ങൾ കൊണ്ട വെയില്, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പോസ്റ്റർ ഒട്ടിക്കാൻ, മതിലെഴുതാൻ നടന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് 10 പൈസ ഇവർ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളെ വെളുക്കെ ചിരിച്ച് നല്ല മധുരം പുരട്ടുന്ന വാക്കുകളും കപട സ്നേഹമൊക്കെ കാട്ടി വിറ്റ് പണമുണ്ടാക്കി സ്വന്തം കുടുംബങ്ങളിൽ എത്തിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എത്രയെത്ര കത്തുകൾ പുറത്തു വന്നു. കോടാനുകോടി രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാരുടെ കുടുംബ സ്വത്തായി മാറിയത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഓഡിയോ വെച്ച് നോക്കുമ്പോൾ 31 ലക്ഷം രൂപ കമ്മീഷനായിട്ട് ഒരു വനിതാ നേതാവായിട്ടുള്ള ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്തു വന്ന ചിലരെ മാത്രം. കാര്യം കിട്ടിയപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വിഴുങ്ങി. കമ്പനിക്കാരന് ബാക്കി തുക കിട്ടാൻ വേണ്ടിയുള്ള ഒരു പണി എടുത്തില്ല. കിട്ടുന്നത് മുഴുവൻ എന്റെ കുടുംബത്തിൽ തന്നെ ഇരിക്കട്ടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, തിരിച്ചു വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കച്ചവടം പൂട്ടിക്കളയുമെന്നുള്ള ഭീഷണിപ്പെടുത്തി നിർത്താമെന്നാണ് കരുതിയത്. പക്ഷേ കമ്പനികൾ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവർക്ക് പണം കിട്ടുന്നതിന് മുന്നോടിയായിട്ട് കമ്മീഷൻ മേടിച്ചുകൊണ്ട് പോയാലും വെളുക്കെ ചിരിച്ച് സോപ്പിട്ട് മുഴുവൻ പണം എത്തിക്കാമെന്ന രീതിയിലൊക്കെ അഞ്ജന കൊടുത്ത ഉറപ്പുകൾ തെറ്റി. ഏറ്റവും ഒടുവിൽ നേതാക്കന്മാരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുന്നു. നമ്മൾ എന്ത് മനസ്സിലാക്കണം? കേരളത്തിലെ ബി.ജെ.പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് അവർ ഒരു അധികാര കസേരയിൽ എത്തുന്നതിന് മുന്നോടിയായിട്ട് ഇത്രമാത്രം സാമ്പത്തിക കൊള്ള നടത്തുന്നുണ്ടെങ്കിൽ അധികാരം എങ്ങാനും കിട്ടിയാൽ അയോധ്യയിൽ കയറി ഇവർ ചെയ്ത ആ പ്രവർത്തനം ഉണ്ടല്ലോ, രാമന്റെ സംഭാവനയും രാമന് കിട്ടിയ കാണിക്ക് അടപടലം അടിച്ചുകൊണ്ട് പോയ അതേ മനോഭാവക്കാരാണ് കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാരാണെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. 1000 കോടി അടുപ്പിച്ചാണ് ഇക്കുറി കേരളത്തിലേക്ക് കേന്ദ്ര നേതൃത്വം ഒഴുക്കിക്കൊടുത്തത്. ആ 1000 കോടി ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ്. അവരിൽ നിന്ന് അംബാനിക്കും അദാനിക്കും പെട്രോളിലൂടെയും ഡീസലിലൂടെയും ഗ്യാസിലൂടെയും നമ്മുടെ നികുതി പണത്തെ പിഴിഞ്ഞെടുക്കാൻ അവസരമുണ്ടാക്കിയതിനു ശേഷം അതിനെ ലിക്വിഡ് ക്യാഷ് ആയിട്ട്, ഒരു കാര്യം ആലോചിക്കുക, ഒരു സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പോലും 2 ലക്ഷം രൂപ മാത്രം കിട്ടുന്ന സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കേരളത്തിൽ കൊണ്ടുവരികയും കിട്ടിയവർ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇതിന് ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട അണികൾ മാത്രമാണ്. അവരെ വഞ്ചിച്ചും അവരെ കൂടെ നിർത്തി പറ്റിച്ചും പല കച്ചവടങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും കുടുംബങ്ങളിലേക്ക് കോടികൾ എത്തിച്ചു എന്നറിയുമ്പോൾ അണികളായി പ്രവർത്തിച്ചവർ അവരിൽ നിന്ന് ചോദിക്കണം, വിഹിതം മേടിക്കേണ്ടതുണ്ട്. കാര്യം
നിങ്ങളാണ് യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടത്.